ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹുദാന ലിറ്ററജിക്കൽ ക്വിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ സുവിശേഷ പ്രദക്ഷിണവും അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളെക്കുറിച്ചുള്ള അർത്ഥതലങ്ങളാണ് നാം കേൾക്കുന്നത്. സുവിശേഷ പ്രദക്ഷിണം സ്വർഗത്തിൽ നിന്നും ജെറുസലേം കേന്ദ്രീകൃതമായ വചനത്തിൻ്റെ ആഗമനത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. ഈ പ്രദക്ഷിണം നടക്കുന്ന വചന ശുശ്രൂഷയുടെ ഭാഗം മുഴുവനും രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണത്തിൻ്റെയും വെളിപ്പെടുത്തലിൻ്റെയും സുന്ദര നിമിഷങ്ങളാണ്. രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രധാന നിമിഷങ്ങളിലൂടെയെല്ലാം കൊണ്ടുപോയി രക്ഷയുടെ അനുഭവത്തിലേക്ക് ആരാധനാ സമൂഹത്തെ പ്രവേശിപ്പിക്കുകയാണ് വചന ശുശ്രൂഷയിലൂടെ സഭ ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രദക്ഷിണത്തിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും ദൈവത്തിൻ്റെ രക്ഷയുടെ കരം ദൈവജനത്തിൻ്റെ കൂടെ തുടരുന്നതിന് അനുവദിക്കുന്നു. വരാനിരിക്കുന്ന മിശിഹായെയും അവൻ്റെ രക്ഷയുടെ വഴികളെയും ചൂണ്ടിക്കാണിക്കുന്ന പഴയ നിയമ പുതിയ നിയമ വായനകളിലൂടെ സഭ ആരാധനാ സമൂഹത്തെ മിശിഹായുടെ വരവിനായി ഒരുക്കുകയാണ്. ഈ പ്രദക്ഷിണത്തിൽ കാർമികൻ ശുശ്രൂഷകളോടും ധൂപം, വിളക്ക് എന്നിവ വഹിക്കുന്നവരോടുമൊപ്പം മദ്ബഹായിൽ പ്രവേശിച്ച് ബലിപീഠത്തെ സമീപിക്കുന്നു. ബലിപീഠത്തിൻ്റെ വലതുവശത്തിരിക്കുന്ന എവൻഗേലിയോൻ, അതായത് സുവിശേഷ ഗ്രന്ഥം എടുത്ത് ചുംബിച്ച് നെറ്റിവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബേമയിലേക്കുള്ള പ്രദക്ഷിണം ആരംഭിക്കുന്നു. ഈ പ്രദക്ഷിണം ഈശോയുടെ മനുഷ്യാവതാരത്തോടൊപ്പം ജോർദാനിലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും ഈശോയുടെ മാമോദീസായുടെയും കൂടെ അനുസ്മരണമാണ്. അർബേലിലെ ജോർജിൻ്റെ അഭിപ്രായത്തിൽ വിശുദ്ധ ഗ്രന്ഥവുമായി ബേമയുടെ കവാടത്തിൽ എത്തുന്ന പുരോഹിതൻ ജോർദാനിൽ മാമോദിസ സ്വീകരിക്കുന്ന മിശിഹായെ അനുസ്മരിപ്പിക്കുന്നു. ബേമയുടെ കവാടം ജോർദാനായിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. ഈ ജോർദാനിലെ മാമോദിസായ്ക്ക് ശേഷം ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ബർസോബിയുടെ അഭിപ്രായത്തിൽ ബേമയിലെ വിശുദ്ധ ഗ്രന്ഥ വായന ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലും ഓർമ്മയാചരണവുമാണ്. മിശിഹ ഈ ലോകത്തിൽ വിതച്ച വചനങ്ങളെയും അവൻ്റെ രക്ഷാകര പ്രവർത്തികളെയും ഒരിക്കൽ കൂടി ആരാധനാ സമൂഹത്തെ ഓർമ്മിപ്പിച്ച് നിത്യജീവനിലുള്ള പ്രത്യാശയിൽ തുടരുവാൻ അവരെ പ്രാപ്തരാക്കുന്നു. ബേമയിലെ വചന ശുശ്രൂഷ ഈശോയുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ പൂർത്തീകരണമായ ജെറുസലേം ശുശ്രൂഷയും കൂടെ സൂചിപ്പിക്കുന്നുവെന്ന് വ്യാഖ്യാതാവായ അർബേലിലെ ജോർജ് പറയുന്നു. പുരോഹിതന്മാരാലും ശംശാനമാരാലും അനുഗതരായി ആഘോഷപൂർവ്വം നടത്തപ്പെടുന്ന ഈ പ്രദക്ഷിണം ഓശാന വിളികളുടെ മധ്യേ നടന്ന് ജെറൂസലേമിനെ സമീപിക്കുന്ന മിശിഹായെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ബർലീഫായും അബ്ദീശോയും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവർ രണ്ടും കുർബാനയുടെ ഏറ്റവും നല്ല വ്യാഖ്യാതാക്കളാണ്. സുശേഷ പ്രദക്ഷിണത്തിലും സുശേഷ വായനയുടെ സമയത്തും ഉപയോഗിക്കുവാനുള്ള ധൂപം ഇവിടെ ആശീർവദിക്കുന്നുണ്ട്. അപ്പോൾ പുരോഹിതൻ ചൊല്ലുന്ന ആ പ്രാർത്ഥനയിൽ അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. കർത്താവിനെ സൂന്നതയിലും കൊണ്ട് പൂശിയ മറിയത്തിൽ വലിയ പരിവർത്തനം സംഭവിച്ചു. അവൾ വലിയ വിശുദ്ധിയായി തീർന്നു. അതുപോലെ കർത്താവിൻ്റെ വചനം കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തെ ധൂപിക്കുകയും ചെയ്യുന്ന ആരാധനാ സമൂഹത്തിനും പാപമോചനവും വിശുദ്ധിയും സംസിദ്ധമാകുന്നു എന്നതാണ് ഇപ്പോൾ നടത്തുന്ന ഈ ധൂപാർപ്പണത്തിൻ്റെ അർത്ഥം. സുഗന്ധപൂരിതമായ ഈ ധൂപം നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളുടെ മാധുര്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. സുശേഷ വായനയ്ക്ക് ശേഷം എവൻഗേലിയോനും സ്ലീവായും ബേമയിലെ ഗാഗുൽത്തായിൽ വയ്ക്കുമ്പോൾ മിശിഹായുടെ കുരിശുമരണമാണ് അനുസ്മരിക്കപ്പെടുന്നത്. ഗാഗുൽത്ത മിശിഹായുടെ മഹത്തായ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരിക്കപ്പെടൽ നടന്ന സ്ഥലമാണ്. ഇത് സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടി മുദ്ര വയ്ക്കപ്പെട്ട സ്ഥലവും കൂടിയാണ്. യുഗാന്ത്യോന്മുഖമായ മാനവും ഈ പ്രദക്ഷിണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് വളരെ ആഘോഷപൂർവമായി നടത്തപ്പെടുന്ന ഈ പ്രദക്ഷിണം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രമാണങ്ങളും കൽപ്പനകളുമായി എഴുന്നള്ളി വരുന്ന മിശിഹ വിധിയാളനായ മിശിഹായാണ്. എവൻഗേലിയോൻ വായിക്കുന്നതിന് മുൻപ് ശംശാന നൽകുന്ന നിർദ്ദേശം മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം പ്രതീക്ഷിച്ച് കഴിയുന്നവർക്കുള്ള
പ്രത്യാശയുടെ ഓർമ്മപ്പെടുത്തലാണ്. മിശിഹായോടൊന്നിച്ചുള്ള സ്വർഗീയ ജീവിതത്തിനായി തയ്യാറെടുക്കുവാനുള്ള ആഹ്വാനമാണിത്. തിളങ്ങുന്ന തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആഘോഷപൂർവ്വം നടത്തപ്പെടുന്ന ഈ പ്രദക്ഷിണം മഹത്വീകൃതനായ മിശിഹായുടെ വരവാണ് സൂചിപ്പിക്കുന്നത്. എവൻഗേലിയോൻ കൊണ്ട് പുരോഹിതൻ സമൂഹത്തെ ആശീർവദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഉത്ഥാനാനന്തരം മിശിഹ കൊടുത്ത സമാധാനത്തിൻ്റെ ഓർമ്മ ആരാധനാ സമൂഹത്തിന് ലഭിക്കുന്നു. മനുഷ്യകുലത്തെ ബന്ധിച്ചിരുന്ന വലിയ ക്ലേശം അവസാനിച്ച് നിത്യസമാധാനം നൽകാൻ മഹത്വീകൃതനായ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നു. അങ്ങനെ ഈ പ്രദക്ഷിണവും ഇതിനോട് ബന്ധപ്പെട്ട പ്രാർത്ഥനകളും മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് ആരാധനാ സമൂഹത്തെ നയിക്കുന്നു.